പരസ്യ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാന ലാപ്പിൽ വേഗം കൂട്ടുകയാണ് സ്ഥാനാർത്ഥികൾ. കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ എന്താണ് ഡീലെന്ന് വ്യക്തമാക്കണമെന്ന് നേമത്തെ BJP സ്ഥാനാർത്ഥിയും സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നിർണായക ശക്തിയായി മാറുമെന്നും ക്രോസ് വോട്ടിങ്ങിനെ ജനം തൂത്തെറിയുമെന്നും രാജീവ് ചന്ദ്രശേഖർ ജനം TVയോട് പറഞ്ഞു. അത് കേൾക്കാം. തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീഴാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയുടെ രാജീവ് ചന്ദ്രശേഖർ സാറിനും സർ, ഈ സമയത്ത് വളരെ വാശിയേറിയ ഒരു പോരാട്ടം അവസാന ലാപ്പിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം, എത്രത്തോളം ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്? 100% ആത്മവിശ്വാസമുണ്ട്. എനിക്ക് മാത്രമല്ല, പാർട്ടി പ്രവർത്തകരുണ്ട്. പാർട്ടിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും നല്ല ആത്മവിശ്വാസവും കോൺഫിഡൻസ് ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. തുടക്കം തന്നെ ഒരു നിലവിൽ ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ഒരു ഡീൽ ആരോപണം തന്നെ മുന്നോട്ട് വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ സമയത്തും ഇത്തരത്തിലുള്ള ഡീൽ ആരോപണം മുന്നോട്ട് വന്നു. കോൺഗ്രസും CPM തമ്മിലല്ലേ, കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമി തമ്മിലല്ലേ, കോൺഗ്രസും മുസ്ലിം ലീഗ് തമ്മിലല്ലേ? ആ ഡീലിനെ കുറിച്ച് അവർ സംസാരിക്കട്ടെ. ആ ഡീലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ ഓരോരോ പ്രചരണം നടത്തുന്നത്. ഇന്ന് ഞാൻ ഒരു ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, മുസ്ലിം ലീഗിനും കോൺഗ്രസ് തമ്മിൽ എന്താണ് ഡീല്? അവർ ഇനി ഭാവിയിൽ ഇവിടെ സർക്കാർ ഉണ്ടാക്കിയാലോ ഭരണത്തിൽ വന്നാൽ മുസ്ലിം ലീഗിനെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആക്കുവോ, 6 മന്ത്രിമാർ കൊടുക്കുവോ? അതെല്ലാം ആ ഡീലിനെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഉള്ള ഡീലിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഈ വേണ്ടാത്ത ഉണ്ടാക്കി പറഞ്ഞ ഡീലല്ലല്ലോ ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ടത്. ഈ ഡീലിൻ്റെ ചർച്ച ഞങ്ങളല്ല തുടങ്ങിയത്, അവരാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ തുടങ്ങിയ ശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ താല്പര്യമുണ്ട്. കോൺഗ്രസും മുസ്ലിം ലീഗ് തമ്മിൽ എന്താണ് ഡീൽ, കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമി തമ്മിൽ എന്താണ് ഡീൽ, അവർ പറയട്ടെ. അവസാനവട്ട ശ്രമത്തിലും ഒരു ക്രോസ് വോട്ടിങ്ങിനുള്ള സാധ്യതയിൽ ഒരു ഏകീകരണത്തിലേക്ക് നിമിഷം ഈ സമയത്ത് പോകും. അതെല്ലാം ശ്രമിക്കും, പക്ഷെ ഒന്നും നടക്കില്ല. കാരണം ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ പൂട്ടിവെക്കുന്നത് സഖാവന്മാരും കോൺഗ്രസ്സുകാരല്ല. ഇത് ജനാധിപത്യമാണ്. ഇവിടെ ജനങ്ങളുടെ ആവശ്യം ജനങ്ങൾ തീരുമാനിക്കുന്നത് നടക്കും. ഒരു കാര്യം കൂടി അവസാനമായി, സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എത്രത്തോളമാണ് ഒരു BJPയുടെ ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണവും പ്രകടനവും എത്രത്തോളം? ഇതെല്ലാം നമ്മൾ കാണുന്നില്ലേ? ഇതന്നെ ഒരു അന്തരീക്ഷവും ഈ ആത്മവിശ്വാസവും ജനങ്ങൾ തരുന്ന സ്നേഹവും പിന്തുണയെല്ലാം കാണുന്നില്ലേ? എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾ ഈ ഇലക്ഷന് ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് കാണുന്നു, ഒരു മാറ്റത്തിൻ്റെ ഇലക്ഷനായിട്ട് കാണുന്നു എന്ന് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ട്. എന്തായാലും വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവസാന മണിക്കൂറുകളിലും നേമത്തെ BJP സ്ഥാനാർത്ഥിയും സംസ്ഥാന അധ്യക്ഷനും കൂടിയായ രാജീവ് ചന്ദ്രശേഖർ. എന്തായാലും അവസാനവട്ടവും വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നുള്ള തിരക്കിൽ തന്നെയാണ് സ്ഥാനാർത്ഥി. നേമത്ത് നിന്നും രഞ്ജിത്ത് മോഹനൊപ്പം KB ശ്യാമപ്രസാദ്, ജനം. പറഞ്ഞതുപോലെ തന്നെ അല്ലേ രാജീവ് ചന്ദ്രശേഖർ, എന്താണ് രാഷ്ട്രീയം, BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, മൂന്നാം മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, അതായത് മൂന്നാം ബദൽ, ഇടതിനും വലതിനും ബദലായ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ് അദ്ദേഹം. നന്നായി മലയാളം പറയുന്ന ആളല്ല, പക്ഷെ അറിയാവുന്ന മലയാളം വെച്ച് എത്ര ഭംഗിയായിട്ടാണ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. നല്ലൊരു ഭരണാധികാരിയാകുമെന്നതിൽ സംശയമില്ല. മലയാളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്നാലും നേമത്തെ നാഥനാകാനുള്ള എല്ലാ സാധ്യതയും അവിടെ രാജീവ് ചന്ദ്രശേഖരനുണ്ടെന്നാണ് എല്ലാ പോൾ പ്രവചനങ്ങളും പറയുന്നത്.